السلام عليكم ورحمة الله وبركاته. الحمد لله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ മുത്തഫിഫീനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, മനസ്സിലാക്കി ഖുർആൻ്റെ ആശയം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് അത് ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്. നിരവധി ആയത്തുകളിൽ അക്കാര്യം ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിച്ചത് നിങ്ങൾ പിന്തുടരുക. അതുപോലെ തന്നെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. ഇങ്ങനെ നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആൻ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, സലഫുകളുടെ വാക്കുകൾ ധാരാളം വിശുദ്ധ ഖുർആൻ ഇത്തിബാ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പറഞ്ഞത് എന്താണ്? തറക്തു ഫീക്കും മാ ഇൻ ഇത്തബഅതും ലൻ തദില്ലു. നിങ്ങൾ ഇത്തിബാ ചെയ്താൽ, പിന്തുടർന്നാൽ ഒരിക്കലും പിഴച്ചു പോകാത്ത ഒരു കാര്യം ഞാൻ വിട്ടുപോകുന്നു. കിതാബുല്ലാഹി വസുന്നതി. അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തും. അപ്പോൾ ഖുർആൻ്റെ ലക്ഷ്യം ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. ആ ഖുർആൻ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് ഖുർആൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഓർമ്മയിൽ അതുണ്ടാകണം. റമദാനിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ അവസ്ഥ നന്നാകണം, നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം എന്നതായിരിക്കണം. അതിന് ആഴത്തിലുള്ള തഫ്സീർ പഠിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. ഈ ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അസ്മാകൾ നമ്മൾ ഓതും. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ഓതുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മിനിറ്റ് ഇൻഷാ അല്ലാഹ്, ഞാൻ ക്ലാസ് തുടരും. ഒരു മിനിറ്റ്. യെസ്, is on. Is on? Yeah. Yeah. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പരിചയമുള്ള, നമുക്കറിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ ആയത്തുകൾ കേൾക്കുന്നത്, വായിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിർഔൻ്റെയും കഥ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വരും. അപ്പോൾ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണ്? അതെങ്കിലും നമ്മൾ ഓർക്കാൻ ശ്രമിക്കുക. അതെന്താണ്? ഒരു ബാത്തിൽ അതെത്ര ശക്തിയോടുകൂടി, എത്ര പ്രതാപത്തോടുകൂടി, അധികാരത്തോടുകൂടി ആണ് ഉള്ളതെങ്കിലും അന്തിമ വിജയം, ആഖിബത്ത്, അത് മുഅ്മിനീങ്ങൾക്കായിരിക്കും, മുത്തഖീങ്ങൾക്കായിരിക്കും എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ എത്രത്തോളം നമുക്ക് മനസ്സിരുത്തി ചിന്തിക്കാൻ സാധിക്കുമോ അത്രയും ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാകും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്ക് കാണാം. അദ്ദേഹം പറയുന്നു, നീ എന്ത് ഒരു വസ്തുവിനെ നന്നാക്കാൻ ഉദ്ദേശിച്ചാലും, നിൻ്റെ കൽബ്, നിൻ്റെ മക്കൾ, നിൻ്റെ സുഹൃത്ത്, ആരെങ്കിലും ഒരാളെ നീ നന്നാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൽബിലൊരു ഫസാദുണ്ട്, നിൻ്റെ മനസ്സ്, അതിൻ്റെ ഹാല് നിനക്ക് തൃപ്തികരമല്ല. അങ്ങനെയാണെങ്കിൽ ആ കൽബിനെ നന്നാക്കാൻ നീ പരിശ്രമിക്കണം. അതുപോലെ നിൻ്റെ മക്കൾക്ക് തർബിയത്ത് നൽകണം, അവർക്ക് ഈമാൻ ഉണ്ടാകണം. ഇങ്ങനെ എന്തൊരു കാര്യത്തിൽ മാറ്റം, നല്ല മാറ്റം നീ ആഗ്രഹിക്കുന്നുവെങ്കിലും അതിനെ നീ ഖുർആനിലേക്ക് പറഞ്ഞയച്ചു കൊള്ളുക. ഖുർആൻ്റെ സുഹ്ബത്ത് ആ വസ്തുവിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിനക്ക് നന്നാകണമെങ്കിൽ നീ ഖുർആൻ ഓതുക. നിൻ്റെ മക്കളെ നന്നാക്കണം എന്നാണെങ്കിൽ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ എല്ലാവിധ നന്മയുടെയും സലാഹിൻ്റെ, നമ്മുടെ അവസ്ഥ നന്നാകുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഖുർആനാണ്. ആ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴുമെല്ലാം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ഈ സൂറത്തിലെ ആയത്തുകൾ പഠിക്കാം.
എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്? ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറയുന്ന ഈ തെറ്റിനെക്കുറിച്ച് ഇത്ര ഗൗരവത്തിൽ അല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ പറഞ്ഞു അതൊരു സൂചനയാണ്. ഇതിനേക്കാൾ വലിയ അക്രമം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുകയില്ല എന്നതിലേക്കുള്ള സൂചനയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിന് തൊട്ട് മുമ്പത്തെ സൂറത്തുമായുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ സൂറത്തിൽ മനുഷ്യൻ്റെ അമലുകൾ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമിൻ ഖാത്തിബീൻ. അപ്പോൾ ആ മലക്കുകളുടെ രേഖയിൽ നിന്ന് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും വിട്ടുപോകുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഈ സൂറത്ത്. തത്ഫീഫ്, വളരെ നിസ്സാരമായ ഒരളവ്, സൂക്ഷ്മമായ ഒരളവ്, അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിക്കുന്നതിനാണ് തത്ഫീഫ് എന്ന് പറയാം. വലിയ അളവിലുള്ള കൃത്രിമത്തിനല്ല. അപ്പോൾ നിസ്സാരമായ അളവിൽ പോലും മനുഷ്യൻ ചെയ്യുന്ന ദുൽമ് അത് അള്ളാഹുവിൻ്റെ രേഖയിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല എന്നർത്ഥം. അത് കഴിഞ്ഞ് ഈ തത്ഫീഫിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ സൂറത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ, പാപികളുടെ കർമ്മരേഖയെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. എന്തുകൊണ്ടാണത് അങ്ങനെ പറഞ്ഞത്? വൈലുലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് പാപികളുടെ രേഖയെക്കുറിച്ച് പറയാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കുഫറാണ്. അപ്പോൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർക്ക് പ്രേരകമായിട്ടുള്ള കാര്യം ഈമാനില്ല എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിന്ന് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അല്ലെ, തിന്മകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ഇപ്പോൾ കൊലപാതകം നാട്ടിൽ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അധികം ആളുകളും പറയും എന്താണ്? ആളുകൾ സിനിമ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണം ലഹരി ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിന് കാരണം പിന്നെ സ്കൂളിൽ ഇപ്പോൾ അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഒഴിവാക്കിയത് കൊണ്ടാണ്. അങ്ങനെ പല പല കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയും. സോഷ്യൽ മീഡിയയാണ്, ഇങ്ങനെ പലതും പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ കാരണം, ഇതെല്ലാം കാരണങ്ങളാണ്, അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അടിസ്ഥാനപരമായ കാരണം ഈമാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹാബത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീമായി വന്നപ്പോൾ, റിസാലത്തുമായി വന്നപ്പോൾ അവർ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന ഈ പാപങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പാപങ്ങൾ അവർ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ നിർത്തുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എത്ര ദഅവത്ത് ചെയ്താലും ഞങ്ങളതൊന്നും നിർത്തുമായിരുന്നില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. അതനുസരിച്ചതോടുകൂടി പിന്നെ മറ്റെല്ലാ പാപങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളത് നിസ്സാരമായി. ഇത് വളരെ യുക്തിപരമായ ഒരു വാദമാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ ഒരു പാപം ഉപേക്ഷിക്കണമെങ്കിൽ അതിനൊരു കാരണമാണ്. എന്തിനാണ് ഈ പാപം ഉപേക്ഷിക്കുന്നത്? എന്നിട്ട് എന്ത് കിട്ടും? ഒരാളോട് ദേഷ്യമുണ്ട്, അപ്പോൾ അവനെ കൊല്ലണം എന്ന് തോന്നി. കൊല്ലാതിരിക്കാൻ എന്താണ് ന്യായം? എന്തുകൊണ്ട് കൊല്ലാതിരിക്കണം? അതുപോലെ ആത്മഹത്യ, കടം കയറി ആളുകൾക്ക് മുന്നിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്താണ് ന്യായം? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത്? അതിന് കൃത്യമായ ഉത്തരം പരലോകം മാത്രമാണ്. മറ്റെന്തൊക്കെ കാരണം നമ്മൾ പറഞ്ഞാലും അതൊന്നും ഒരാളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ ധാർമ്മികതയ്ക്ക്, മൂല്യബോധത്തിന്, സൽസ്വഭാവത്തിന് കൃത്യമായ അടിത്തറയുള്ളത് ഈമാനിൽ മാത്രമാണ്. മറ്റൊരു ന്യായം പറഞ്ഞാലും ഒരാളെയും പരിപൂർണമായും നന്നാക്കിയെടുക്കാൻ, പരിഷ്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതാണ് കാരണം. അതുകൊണ്ടാണ് ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നേരെ കുഫാറുകളെക്കുറിച്ച് പറയുന്നത്. കാഫിരീങ്ങളുടെ, സത്യനിഷേധികളുടെ അവരുടെ അമല് രേഖപ്പെടുത്തിയ ആ രേഖ സൂക്ഷിച്ചു വെക്കുന്നത് സിജ്ജീനിലായിരിക്കും എന്ന് പറഞ്ഞു. അത്രയുമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വിശദാംശം എന്താണ് സിജ്ജീൻ എന്നൊക്കെയാണ് അതിനുശേഷമുള്ള ആയത്തുകൾ പറഞ്ഞത്. പിന്നീട് പറയുന്നത് കല്ല ഇന്ന കിതാബുൽ അബ്റാർ, പുണ്യവാന്മാരുടെ അബ്റാർ ആയിട്ടുള്ള ആളുകളുടെ അമലുകളുടെ രേഖയുണ്ടാവുക ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിലായിരിക്കും. സിജ്ജീൻ എന്ന വാക്കിൻ്റെ അതേ പ്രാസം ഒപ്പിച്ചിട്ടുള്ള വാക്കാണ് ഇല്ലിയീൻ. ഇവരുടേത് സിജ്ജീനിലാണെങ്കിൽ മറ്റുള്ളവരുടേത് ഇല്ലിയീനിലാണ്. എന്താണ് ഇല്ലിയീൻ എന്ന് പറഞ്ഞാൽ? സിജ്ജീനെ കുറിച്ച് നമ്മൾ ഹദീസ് പറഞ്ഞു. ബറാ ഇബ്നു ആസിബിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയും, പാപിയായ ഒരാളുടെ ആത്മാവ് മലക്കുകൾ പിടികൂടി ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ആത്മാവ് അല്ലാഹു സ്വീകരിക്കുകയില്ല, ആകാശത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല, വലിച്ചെറിയാൻ പറയും. അതിൻ്റെ കൂടെ അല്ലാഹു തആല പറയും, ഉക്തുബു കിതാബ് അബ്ദി ഫി സിജ്ജീൻ ഫിൽ അർദി സുഫ്ലാ, ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ, ഏഴാമത്തെ ഭൂമിയിലുള്ള സിജ്ജീനിൽ ഇവൻ്റെ കിതാബ് കൊണ്ടുപോയി വെക്കുക എന്ന് പറയും. അതുപോലെ ഇതേ ഹദീസിൽ തന്നെ കാണാം,
നല്ല ഒരു ആത്മാവിനെ മലക്കുകൾ പിടികൂടി ആ മലക്കുകൾ ആ ആത്മാവുമായി മുകളിലേക്ക് പോകുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇതേ ഹദീസിൽ തന്നെ ഓരോ ആകാശത്തുമുള്ള മലക്കുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഈ ആത്മാവിനെ. മാ ഹാദ അർറൂഹു തയ്യിബ്, ഏതാണ് ഈ നല്ല ആത്മാവ് എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവനെ സ്വീകരിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുന്നു, ഉക്തുബു കിതാബ അബ്ദി ഹാദ ഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ ഇവൻ്റെ രേഖ, അമലുകളുടെ രേഖ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതാണ് ഇല്ലിയീൻ. ഇനി എന്താണ് ഇല്ലിയീൻ എന്ന് കൂടുതൽ വിശദീകരിക്കുന്നു. വമാ അദ്റാക മാ ഇല്ലിയൂൻ, ഈ ഇല്ലിയീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്, അതിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം എന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കിതാബുൻ മർഖൂം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കിതാബാകുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ സഹീഫത്തുൽ അമാൽ, മനുഷ്യൻ്റെ അമലുകളുടെ രേഖ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക വസ്തുവല്ല എന്ന് ഈ ആയത്തുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ചില ആൾക്കാർ മുമ്പ് കാലത്തുണ്ടായിട്ടുള്ള ഫിലോസഫർമാരൊക്കെ നഊദു ബില്ലാഹ് അവർ പലരും വാദിച്ചിട്ടുള്ള കാര്യമാണിത്. എന്താണ് അവർ പറയുന്നത്? ഖുർആനിൽ അതുപോലെ തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്ന പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഗൈബിയായ കാര്യങ്ങൾ, അതൊക്കെ കേവലം ഭാവനകളാണ്. മനുഷ്യൻ നന്നാകാൻ വേണ്ടി അമ്പിയാക്കൾ നന്നാകാൻ വേണ്ടി അമ്പിയാക്കൾ ചില ഉപമകൾ പറയുന്നതാണ്. അമലുകളുടെ രേഖ എന്ന് പറഞ്ഞാൽ അമലുകൾ നന്നാക്കണമെന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു രേഖ, ഒരു പുസ്തകം, എഴുതപ്പെട്ട ഒരു പുസ്തകം, അങ്ങനെയൊന്നുമില്ല. നേരെ മറിച്ച് അമലുകളുടെ രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്ത അമലുകൾ നന്നാക്കണം, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുവേണ്ടി സാങ്കല്പികമായ ഒരു രേഖയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് മനുഷ്യൻ നന്നാകാൻ വേണ്ടി. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ആയത്ത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കിതാബുൻ മർഖൂം, കൃത്യമായി എഴുതപ്പെട്ട, അതിൽ അക്ഷരങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥം എന്ന് ഒരിക്കലും പ്രയോഗിക്കുമായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, യശ്ഹദുഹു അൽ മുഖറബൂൻ, മുഖറബീങ്ങളായ ആളുകൾ. എന്താ മുഖറബ് എന്ന് പറഞ്ഞാൽ? സാമീപ്യം സിദ്ധിച്ചവർ, അടുത്തവർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് അടുത്തവർ എന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് അടുത്തവരായ ആളുകൾ അഥവാ മലക്കുകളും സ്വാലിഹീങ്ങളായ അമ്പിയാക്കളും മൗലിയാക്കളും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ രേഖയെ, ഈ രേഖയ്ക്ക് സാക്ഷ്യം വഹിക്കും. ഈ രേഖയെ അവർ കാണും. യശ്ഹദുഹു, അതിന് സാക്ഷികളാകും. അഥവാ ഈ അമലുകളുടെ രേഖ, സ്വാലിഹീങ്ങളുടെ അബ്റാറുകളായിട്ടുള്ള ആളുകളുടെ അമലുകളുടെ രേഖ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അത് ഇല്ലിയീനിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയരത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 7 ആകാശങ്ങൾക്ക് മുകളിലാണ് ഈ അമലുകളുടെ രേഖ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളത് ആരാണ്? മലായിക്കത്ത്, അതുപോലെ തന്നെ അമ്പിയാക്കളുടെ ആത്മാവുകൾ, സ്വാലിഹീങ്ങളായ എല്ലാ മനുഷ്യരുടെയും ആത്മാവുകൾ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. അപ്പോൾ അവരൊക്കെയാണ് ഈ രേഖയ്ക്ക് സാക്ഷിയായിട്ടുണ്ടാവുക, പുണ്യവാന്മാരുടെ രേഖകൾക്ക് സാക്ഷിയായിട്ടുണ്ടാവുക. ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും പുണ്യവാന്മാർ സുഖത്തിലായിരിക്കും. നഈം എന്ന് പറഞ്ഞാൽ സുഖം. അപ്പോൾ ഇനി സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിഷയം മാറുകയാണ്. ആദ്യം തൊട്ട് മുമ്പിലുള്ള ആയത്തുകളിൽ പുണ്യവാന്മാരായ ആളുകളുടെ അമലുകൾ രേഖപ്പെടുത്തിയത് എവിടെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സുഖത്തിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സുഖം എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? അവരുടെ അമലുകൾ ഇല്ലിയൂനിലായിരിക്കും, പിന്നീട് അവർ സുഖത്തിലായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ബർസഖിലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് അതേ ആളുകളുടെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള, ബഅസിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ബർസഖ് കഴിഞ്ഞാൽ പിന്നെ അവരെവിടെ ആയിരിക്കും? ബർസഖിൽ അവരുടെ അമലുകളുടെ രേഖ ഇല്ലിയൂനിലായിരിക്കും. ബർസഖ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം അത് സ്വർഗത്തിലായിരിക്കും. ആ സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ്. അലൽ അറായികി യൻദുറൂൻ, അവർ അരീക്കത്തിലായിക്കൊണ്ട് നോക്കിയിരിക്കും. എന്താണ് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ? അരീക്കത്തിൻ്റെ ജമാണ് അറായിക്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ ചാരുകട്ടിൽ, നല്ല കൊത്തുപണികളുള്ള സോഫക്കൊക്കെയാണ് അരീക്ക എന്ന് പറയാം. ആ വാക്ക് ഉണ്ടായിട്ടുള്ളത് ഹംസ, റ, കാഫ്, അറക എന്ന 3 അക്ഷരങ്ങൾ കൂടിയിട്ടാണ്. ഈ 3 അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ടാകുന്ന വാക്കിന് അറബിയിൽ 2 അർത്ഥമാണുള്ളത്. ഒന്ന്, നമുക്കറിയാവുന്ന അറാഖ് എന്ന് പറയുന്ന വൃക്ഷം. ഹംസ, റ, കാഫ് എന്ന 3 അക്ഷരം കൂടി ഉണ്ടാകുന്ന ആശയം 2 കാര്യങ്ങളാണ്, 2 ആശയങ്ങളാണ്. ഒന്ന് അറാഖ് മരം, രണ്ടാമത്തെ അർത്ഥം അഖാമ. അറക എന്ന് പറഞ്ഞാൽ അഖാമ എന്നർത്ഥമുണ്ട്. ഈ 2 അർത്ഥങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? മുമ്പ് കാലത്ത് അറബികൾ അവർ സ്ഥിരതാമസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കുറച്ച് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. മരുഭൂമിയിൽ സാധാരണ കാണുന്ന ഒരു മരമാണ് അറാഖ് എന്ന് പറയുന്നത്. അവർക്ക് വളരെ വേണ്ടപ്പെട്ട മരമാണ് അറാഖ്.
അതിൻ്റെ സമീപത്ത് അവർ താമസിക്കാറുണ്ടായിരുന്നു. അതാണ് ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നത് കാണാം, ഒന്ന് സ്ഥിരതാമസത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള സോഫകളാണ് എന്നതുകൊണ്ടാണ് അതിന് അരീക്കത്ത് എന്നുള്ള പേര് വന്നത്. മറ്റൊരർത്ഥം അത് അറാഖ് എന്ന് പറയുന്ന ഈ വൃക്ഷം കൊണ്ടുണ്ടാക്കിയതായിരിക്കും, ഇങ്ങനെ അതിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയതായിരിക്കും. രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും സോഫ അല്ലെങ്കിൽ ചാരുകട്ടിൽ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ അവരെങ്ങനെയുള്ള കട്ടിലുകളിൽ നോക്കിക്കൊണ്ടിരിക്കും. തഅരിഫു ഫി വുജൂഹിഹിം, അവരുടെ മുഖത്ത് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കും. നദ്റത്തൻ നഈം, നദ്റത്ത് എന്ന് പറഞ്ഞാൽ ഭംഗി, നഈം എന്ന് പറഞ്ഞാൽ സുഖം. അപ്പോൾ സുഖത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ? സുഖം അനുഭവിച്ചത് കാരണം അവരുടെ മുഖത്തിൻ്റെ ഭംഗി കൂടിയത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ദുനിയാവിൽ തന്നെ അനുഭവിക്കാവുന്നൊരു കാര്യമാണിത്. ഒരാൾ കുറേ കാലം കഷ്ടപ്പെട്ടു, പിന്നീട് അയാൾക്കൊരു സുഖമുണ്ടായി, സമാധാനമുണ്ടായി. അല്ലെ, തടി അനങ്ങി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് സമ്പത്തൊക്കെ ഉണ്ടാക്കി അയാൾ വിശ്രമിക്കാൻ തുടങ്ങി, ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ മുഖഭാവം തന്നെ മാറും. മുമ്പ് കാലത്ത് കരുവാളിച്ച മുഖമായിരിക്കും, അയാളുടെ മുഖത്തൊരു ഇരുട്ടായിരിക്കും. അധ്വാനിച്ച് ക്ഷീണിച്ച് എപ്പോഴും വിഷമങ്ങളിലായിക്കൊണ്ട് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന അയാളുടെ മുഖഭാവവും പിന്നീട് സുഖവും സമാധാനവും വിശ്രമവും ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മുഖവും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ നഈം, അവരുടെ സുഖം കാരണം അവരുടെ മുഖത്ത് നദ്റ, മനോഹാരിത, ഭംഗിയുണ്ടാകും. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, അവർക്ക് പാനീയമായി നൽകപ്പെടും. സഖാ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു, കുടിക്കുന്ന ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു, ഒഴിച്ചു കൊടുത്തു, കുടിപ്പിച്ചു, അതിനാണ് സഖാ, യസ്ഖി എന്ന് പറയാം. യുസ്ഖൗന, അവർക്ക് നൽകപ്പെടും, പാനീയമായി നൽകപ്പെടും. മിർ റഹീഖിൻ മഖ്തൂം, റഹീഖ് എന്ന് പറഞ്ഞാൽ മദ്യം, ഖംർ, മദ്യത്തിൻ്റെ പല പേരുകളിലൊന്നാണ് റഹീഖ് എന്നുള്ളത്. അവർക്ക് മദ്യം നൽകും. സ്വർഗത്തിൽ അല്ലാഹു തആല പാനീയമായി നൽകുന്ന ഒന്നാണ് റഹീഖ്, മദ്യം എന്നുള്ളത്. അത് ദുനിയാവിലെ മദ്യം പോലെയല്ല. ലാ യുസദ്ദഊന അൻഹ വലാ യൻസിഫൂൻ, അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല, അതുപോലെ തന്നെ ബോധം നഷ്ടപ്പെടുകയില്ല. ലാ ഫീഹ ഗൗലുൻ വലാ ഹും അൻഹ യുൻസഫൂൻ, അതിൽ ദുനിയാവിലെ ലഹരി പോലെ മത്ത് പിടിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുകയില്ല എന്നൊക്കെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ മദ്യത്തിൽ എന്ത് രുചിയാണോ ഉള്ളത്, മനുഷ്യന് ആസ്വദിക്കാവുന്ന ഉപദ്രവമില്ലാത്ത എന്താണോ ഉള്ളത്, അത് സ്വർഗത്തിലെ മദ്യത്തിലുണ്ടാകും. അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും, ദുനിയാവിലുള്ള ലഹരികളെക്കാളും ഏറ്റവും ആസ്വാദികരമായ അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള മദ്യം അവർക്ക് നൽകും. മഖ്തൂം, എന്താണ് മഖ്തൂം എന്ന് പറഞ്ഞാൽ? മഖ്തൂം എന്ന് പറഞ്ഞാൽ സീൽ വെച്ചത്, ഖത്മ് എന്ന് പറഞ്ഞാൽ സീൽ എന്നാണ്. അപ്പോൾ സീൽ വെച്ചിട്ടുള്ള കള്ള്, അഥവാ അത് തുറക്കാത്ത, അവർ കുടിക്കുന്നതിന് മുമ്പ് മറ്റാരും എടുത്ത് കുടിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലർപ്പുകൾ കലരാത്ത രൂപത്തിൽ അടച്ചു വെച്ചിട്ടുള്ള മദ്യമാണ്. എന്തുകൊണ്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്? ഖിതാമുഹു മിസ്ക്, അതിൻ്റെ അടപ്പെന്ന് പറയുന്നത് മിസ്കാണ്, കസ്തൂരിയാണ്. അപ്പോൾ കസ്തൂരിയാണ് അതിൻ്റെ മുകളിലുള്ളത്. മറ്റൊരു അഭിപ്രായ പ്രകാരം അതിൻ്റെ അവസാനം, അത് കുടിച്ചു കഴിയുമ്പോൾ അവസാനത്തിൽ, സാധാരണ ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും കുടിച്ചാൽ അതിലെന്തെങ്കിലും കരടുണ്ടെങ്കിൽ, നമ്മൾ കുടിക്കാൻ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ബാക്കി വെക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ആ കോപ്പയുടെ അടിയിലുണ്ടാവും, ആ ഗ്ലാസിൻ്റെ അടിയിലുണ്ടാവും, ആ കപ്പിൻ്റെ അടിയിൽ ബാക്കിയാവും. ആ ബാക്കിയാകുന്നത് നമ്മൾ കുടിച്ച ആ വസ്തുവിൻ്റെ ഏറ്റവും മോശമായ വസ്തുക്കളായിരിക്കും. അതുപോലും മിസ്കായിരിക്കും, കസ്തൂരിയായിരിക്കും. അപ്പോൾ ആ പാനീയത്തിൻ്റെ ആ പാനീയം എത്ര വിലമതിക്കാവുന്നതായിരിക്കും, എത്ര നല്ലതായിരിക്കും അതിൻ്റെ ബാക്കി കുടിച്ച ഭാഗങ്ങളൊക്കെ എന്നൊരു സൂചന ഇതിലുണ്ട് എന്നും ചിലർ അഭിപ്രായപ്പെട്ടത് കാണാം. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ഈ പറഞ്ഞ കാര്യത്തിൽ, അഥവാ പുണ്യവാന്മാരായ അബ്റാറായിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടാനുള്ള സുഖങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സുഖങ്ങൾക്ക് വേണ്ടി ഫല്യതനാഫസ്, മത്സരിച്ചു കൊള്ളട്ടെ, അൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ. അപ്പോൾ നമ്മുടെ മത്സരം ദുനിയാവിൽ, നമ്മുടെ അധ്വാനം ആഖിറത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കണം. നമ്മെക്കാളും ദീനിൻ്റെ കാര്യത്തിൽ മറ്റൊരാൾ മുൻപന്തിയിലെത്തുന്നത് നമുക്ക് വിഷമമുണ്ടാക്കണം, മത്സരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സഹാബത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ മത്സരിക്കുമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വന്തം സ്വത്തിൻ്റെ പകുതിയാണ് സദഖ ചെയ്തത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഉമർ തൻ്റെ സ്വത്തിൻ്റെ പകുതി കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ഖൈതു ലഹും അല്ലാഹു വറസൂലഹു, വീട്ടുകാർക്ക് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമേ ഞാൻ ബാക്കിയാക്കിയിട്ടുള്ളൂ, അഥവാ ഈമാൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ദുനിയാവിലുള്ള സ്വത്ത് മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു സ്വഹാബത്തിൻ്റെ മത്സരം. ദീനിൻ്റെ കാര്യത്തിൽ മത്സരിക്കുക. ഒരാൾ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് പതിവായി, അത് കണ്ടാൽ നമ്മളും അതുപോലെ ആകാൻ ശ്രമിക്കുക.
ഒരാൾ ഖുർആൻ ഹിഫ്ലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, പ്രായമായിട്ടും ഖുർആൻ ഹിഫ്ലാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, നമ്മളും അങ്ങനെ ആവാൻ ശ്രമിക്കുക. ഇങ്ങനെ എന്തൊക്കെ സാലിഹായ അമലുണ്ടോ, ഒരാൾ ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അങ്ങേയറ്റം നന്മ ചെയ്യുന്നവനാണ്, അവൻ മാതാപിതാക്കളോട് പെരുമാറുന്ന അദബ്, മര്യാദ, അത് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ അതിനേക്കാളും മര്യാദയിൽ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ എന്തൊക്കെ ഖൈറുണ്ടോ അതിലൊക്കെ മത്സരിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു മുഅ്മിൻ്റെ സ്വഭാവം. വഫീ ദാലിക ഫല്യതനാഫസ് അൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ ഈ കാര്യത്തിൽ മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വമിസാജുഹു, ഈ സ്വർഗത്തിലുള്ള മദ്യം, പാനീയം, അതിൻ്റെ മിശ്രിതം, മിസാജ് എന്ന് പറഞ്ഞാൽ, മസജ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തു, ഒന്നിൽ മറ്റൊന്ന് കലർത്തി. അപ്പോൾ ഇതിലുള്ള കലർപ്പ് എന്തായിരിക്കും? അല്ലെ, ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ചില പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പഴം കൊണ്ടുണ്ടാക്കിയതായിരിക്കും, വേറെ ഒരു വസ്തു കൂടി അത് കലർത്തിയിട്ടുണ്ടാകും. കൂടുതലും ഇന്ന പഴമായിരിക്കും, അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി. അങ്ങനെയുള്ള ഈ കലർപ്പ് എന്ന് പറയുന്നത്, അതിൽ അധികമായി ചേർത്തിട്ടുള്ളത് എന്താണ്? തസ്നീമാണ്. അപ്പോൾ ഈ മദ്യമാണ് ആ കോപ്പയിൽ അധികവുമുള്ളത്, അതിൽ അല്പം തസ്നീം കലർത്തിയിട്ടുണ്ട്. അങ്ങനെ അല്പം കലർത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ രണ്ടാമത് കലർത്തിയ വസ്തു വില കൂടിയതായിരിക്കും. നമ്മൾ ചായയിൽ കുറച്ച് കുങ്കുമം ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കുങ്കുമം ചായപ്പൊടിയേക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രമായിരിക്കും ഈ മിസാജ്, ഈ മിശ്രിതമായിട്ട് നമ്മൾ ചേർക്കുന്ന വസ്തു ഉണ്ടാവുക. അപ്പോൾ സ്വർഗാവകാശികൾക്ക് നൽകുന്ന ഈ പാനീയത്തിൽ, ഈ മദ്യത്തിൽ കലർത്തിയിട്ടുള്ള കലർപ്പ് എന്താണ്? തസ്നീം എന്ന് പറയുന്ന ഒരു പാനീയമാണ്. എന്താണ് തസ്നീം? തസ്നീം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സനാം എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അർത്ഥം. ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വദിർവത്തു സനാമിഹി അൽ ജിഹാദു ഫി സബീലില്ലാ, ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന, അതിൻ്റെ ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത്, ഉന്നതമായ ഏറ്റവും അത്യുന്നതിയിലുള്ള അമലെന്ന് പറയുന്നത് അൽ ജിഹാദു ഫി സബീലില്ലാ എന്ന് ഹദീസിൽ വന്നത് കാണാം. വദിർവത്തു സനാം എന്നാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഉയർന്ന ഭാഗത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ളത്, ഒട്ടകത്തിൻ്റെ പൂഞ്ഞക്ക്, അതിൻ്റെ മുകളിലുള്ള ഉയർന്ന ഭാഗത്തിന് സനാം എന്ന് പറയും. അപ്പോൾ ഏറ്റവും ഉന്നതമായ പാനീയം എന്നാണ് ഇതിൻ്റെ അർത്ഥം, തസ്നീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അള്ളാഹു തആല തന്നെ വിശദീകരിക്കുന്നു ഈ തസ്നീം എന്താണ്. സ്വർഗാവകാശികൾക്ക്, അബ്റാറായിട്ടുള്ള പുണ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന മദ്യത്തിൽ കലർത്തിയിട്ടുള്ള ഈ തസ്നീം എന്താണ് എന്ന് അടുത്ത ആയത്തിൽ പറയുന്നു. ഐനൻ, അതൊരു അരുവിയാണ്, യഷ്റബു ബിഹ അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ. മുഖറബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മുഅ്മിനീങ്ങൾ രണ്ട് വിഭാഗമായിരിക്കും സ്വർഗത്തിൽ. ഒന്ന് അൽ മുഖറബൂൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവർ. രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ അല്ലെങ്കിൽ അൽ അബ്റാർ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന രണ്ടാമത്തെ ആളുകൾ, രണ്ടാം സ്ഥാനത്തുള്ള ആളുകൾ. മൂന്നാം സ്ഥാനത്തുള്ള ആളുകൾ നരകാവകാശികൾ. ഈ മൂന്ന് വിഭാഗമാണ് മനുഷ്യർ. മുഅ്മിനീങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് മുഖറബീങ്ങൾ അല്ലെങ്കിൽ സാബിഖീങ്ങൾ എന്നൊക്കെ പറയുന്ന സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിലുള്ള ആളുകൾ, അമ്പിയാക്കളും ഔലിയാക്കളുമായിട്ടുള്ള ആളുകൾ. അതിൻ്റെ താഴെയുള്ള സ്വർഗത്തിലുള്ള സാധാരണക്കാരാണ് അസ്ഹാബുൽ യമീൻ അല്ലെങ്കിൽ അബ്റാർ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ ഈ അരുവിയുടെ പ്രത്യേകത, തസ്നീമിൻ്റെ പ്രത്യേകത എന്താണ്? മുഖറബീങ്ങളായ ആളുകൾ, അമ്പിയാക്കളും ഉന്നതരായിട്ടുള്ള ഔലിയാക്കളും ഒക്കെ കുടിക്കുന്ന അരുവിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുത്തിട്ടുള്ളതാണ് തസ്നീം എന്ന് പറയുന്നത്. അതിൽ നിന്ന് അല്പം എടുത്തിട്ട് താഴെയുള്ള ഈ സാധാരണക്കാരായ സ്വർഗാവകാശികൾക്ക്, അസ്ഹാബുൽ യമീൻ, അബ്റാർ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന മദ്യത്തിൽ അല്പം കലർത്തും. ഈ കാര്യം ഈ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു അസറിൽ കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞു. അദ്ദേഹം പറയുന്നു, തുംസജു ലി അസ്ഹാബിൽ യമീനി മസ്ജ, അസ്ഹാബുൽ യമീൻ ആയിട്ടുള്ള ആളുകൾക്ക്, തുംസജു ലി അസ്ഹാബിൽ യമീനി മസ്ജ, അവർക്ക് അല്പം കലർത്തി കൊടുക്കും, അവരുടെ പാനീയത്തിൽ ഇത് അല്പം ചേർത്ത് കൊടുക്കും. വയഷ്റബുഹ അൽ മുഖറബൂന സിർഫ, എന്നാൽ മുഖറബീങ്ങളായ ആളുകൾ അത് സിർഫ് എന്ന് പറഞ്ഞാൽ ഖാലിസ്, ശുദ്ധമായി മറ്റൊന്നും കലരാത്ത വിധത്തിൽ പരിപൂർണമായ ഈ തസ്നീം തന്നെ അവർ കുടിക്കുകയും ചെയ്യും. അപ്പോൾ സ്വർഗത്തിൽ തന്നെ പല ദർജകളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ പറഞ്ഞിട്ടാണ് പിന്നീട് ഈ കാര്യം പറയുന്നത്. അതിന് എന്ത് മനസ്സിലാക്കാം? സ്വർഗത്തിൽ തന്നെ സ്ഥാനങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരത്തിന് അവസാനമില്ല. അൽഹംദുലില്ലാ, എനിക്ക് നരകത്തിൽ പോകുന്ന വിധത്തിലുള്ള പാപങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല, ഇനി കൂടുതൽ അധ്വാനിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഫർദ് നമസ്കരിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞു, ബാധ്യതകളൊക്കെ വീട്ടി എന്ന് പറഞ്ഞ് നമുക്ക് വിശ്രമിക്കാനില്ല. കാരണം സ്വർഗത്തിൽ തന്നെ ഇത്രയും വലിയ സ്ഥാന വ്യത്യാസങ്ങളുണ്ട്. അതിലേറ്റവും ഉന്നതമായ സ്ഥാനം സ്വന്തമാക്കാൻ മത്സരിക്കാനുള്ളൊരു പ്രേരണയായിട്ട് അല്ലാഹു തആല വിശദീകരിച്ച് തരുന്നതാണ്. ഇനി അൽ അബ്റാർ, അസ്ഹാബുൽ യമീൻ,
എന്ന് പറയുന്ന മുഅ്മിനീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളെക്കുറിച്ച് ഇത്രയും പറഞ്ഞു. അതിനുശേഷം അടുത്ത വിഷയം പറയുകയാണ്. അല്ല, ഇപ്പോൾ എന്തൊക്കെയാണ് ഈ സൂറത്തിൽ പറഞ്ഞത്? ആദ്യം തത്ഫീഫിനെ കുറിച്ച്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ഫാജിറുകളുടെ രേഖയെക്കുറിച്ച് പറഞ്ഞു. അത് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. കുഫറും ഫുജൂറും അള്ളാഹുവിൻ്റെ ദീനിലുള്ള അവിശ്വാസം, അതാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറയുന്ന പാപം പറഞ്ഞതിന് ശേഷം, അതിനെപ്പറ്റി ആക്ഷേപിച്ചതിന് ശേഷം കുഫാറുകളെക്കുറിച്ച്, ആ കുഫാറുകളുടെ രേഖ സൂക്ഷിക്കുന്ന സിജ്ജീനെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് ഖുർആൻ്റെ സ്ഥിരം ശൈലി എന്ന നിലക്ക് പാപികളെക്കുറിച്ച് പറയുമ്പോൾ പുണ്യവാന്മാരെക്കുറിച്ച് പറയും. നരകാവകാശികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സ്വർഗാവകാശികളെക്കുറിച്ച് പറയും. അങ്ങനെ സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത വിഷയം എന്താണ്? സ്വർഗാവകാശികളെയും നരകാവകാശികളെയും രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പറയുകയാണ്. അത് തന്നെ ദുനിയാവിൽ അവർ തമ്മിൽ എങ്ങനെയായിരുന്നു, പിന്നെ പരലോകത്ത് അവർ തമ്മിൽ എങ്ങനെയായിരിക്കും, ഈ രണ്ട് കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ഏതാനും ആയത്തുകളിൽ, ചുരുങ്ങിയ ചില ആയത്തുകളിലൂടെ അള്ളാഹു തആല വിശദീകരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ആശയ സമ്പുഷ്ടമാണ് ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പാപികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ പുണ്യവാന്മാരായ ആളുകളെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിൽ അവർക്കുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചും അതിന് താഴെയുള്ള സ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നീട് മത്സരിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഈ ഉന്നതമായ സ്ഥാനമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ മത്സരിക്കണം അവിടെ എത്താൻ എന്ന് പറഞ്ഞു. ഇനി ഈ രണ്ട് വിഭാഗവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ദുനിയാവിലും ആഖിറത്തിലും എങ്ങനെയായിരുന്നു ഈ രണ്ട് കൂട്ടരും, എങ്ങനെയായിരിക്കും നാളെ ആഖിറത്തിൽ ഉണ്ടാവുക. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന അജ്റമു, തീർച്ചയായും പാപികളായ ആളുകൾ, കാനു അവരായിരുന്നു, മിനല്ലദീന ആമനു യദ്ഹഖൂൻ, വിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. വഇദാ മർറൂ ബിഹിം, അവരുടെ അടുത്തുകൂടെ കടന്നുപോയാൽ, അഥവാ പാപികൾ മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ അടുത്തുകൂടെ കടന്നുപോയാൽ ഈ കാഫിറുകൾ യതഗാമസൂൻ എന്ന് പറഞ്ഞാൽ, ഗമസ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ആക്ഷേപ രൂപത്തിൽ, പരിഹാസ രൂപത്തിൽ ആംഗ്യം കാണിക്കുന്നതാണ് ഗംസ് എന്ന് പറയാം. അവർ പരസ്പരം ആംഗ്യം കാണിക്കുമായിരുന്നു. ഇപ്പോൾ രണ്ട് കാഫിറുകൾ അല്ലെങ്കിൽ ഒരു സംഘം കാഫിറുകൾ മുഅ്മിനീങ്ങളുടെ അടുത്തുകൂടെ നടന്നു പോയാൽ ഈ കാഫിറുകൾ പരസ്പരം ഇങ്ങനെ ആംഗ്യം കാണിക്കും. കണ്ടോ ഈ പിന്തിരിപ്പന്മാർ അല്ലെങ്കിൽ ഈ വിഡ്ഢികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം ആംഗ്യം കാണിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. അത് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു. വിശ്വാസികളോട് കുഫാറുകളുടെ, നിഷേധികളുടെ സ്വഭാവം ഇതാണ്. പരിഹാസമായിരിക്കും അവർക്കുണ്ടാവുക. ഇത് നിരവധി ആയത്തുകൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ ചിലപ്പോൾ പലരും ഓതിയിട്ടുണ്ടാകും എന്ന്, സുയ്യിന ലില്ലദീന കഫറു അൽ ഹയാത്തുദ് ദുനിയ, പാപികൾക്ക്, കാഫിറുകൾക്ക് ദുനിയാവ് വളരെ ഭംഗിയായി അലങ്കരിച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മുഅ്മിൻ്റെ ചിന്ത എപ്പോൾ സ്വർഗത്തെക്കുറിച്ചായിരിക്കും. ഇപ്പോൾ ഈ ആയത്തുകളൊക്കെ നമ്മൾ കേട്ട തസ്നീമും, അതുപോലെ തന്നെ സ്വർഗത്തിലുള്ള റഹീഖുൻ മഖ്തൂം, സ്വർഗത്തിലുള്ള സ്ഥാനങ്ങൾ, അതിലുള്ള വ്യത്യാസങ്ങൾ, അതിൽ ഉന്നതമായ സ്ഥാനം എനിക്ക് വേണം, അതിനെക്കുറിച്ച് മത്സരിക്കുകയും ചിന്തിക്കുകയുമായിരിക്കും ഒരു മുഅ്മിൻ്റെ അവസ്ഥ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്? സ്വർഗത്തിൽ എന്നെക്കാളും ഉന്നതിയിൽ ഒരാളും ഉണ്ടാകരുത്. അതിനുവേണ്ടി എങ്ങനെ എൻ്റെ കച്ചവടം ഉപയോഗിക്കാൻ പറ്റും, അതിനുവേണ്ടി എൻ്റെ സ്വത്ത് എങ്ങനെ സമർപ്പിക്കാൻ സാധിക്കും, അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നാൽ ഒരു കാഫിറോ, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ, അവർക്ക് ദുനിയാവിലെ ജീവിതം വളരെ ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അവർക്ക്. വയസ്ഹറൂന മിനല്ലദീന ആമനു, അവർ വിശ്വാസികളെ പരിഹസിക്കും. കാരണം എന്താ? ഈ വിശ്വാസി ഒന്നുകിൽ തൻ്റെ വിശ്വാസം കാരണം, ഹറാമുകൾ ഉപേക്ഷിക്കുന്നത് കാരണം മിസ്കീനായി മാറിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയത് ദീനിന് വേണ്ടി അവൻ ചെലവഴിക്കുന്നുണ്ടാകും, ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകും. അപ്പോൾ ഇത് കണ്ടിട്ട് പരലോകത്ത് വിശ്വസിക്കാത്തവൻ പരിഹസിക്കും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിത വെറുതെ കളയുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഇതാ ഹറാമെന്നും പറഞ്ഞിട്ട് അവൻ ദുനിയാവിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരിഹസിക്കും. കാരണം അവൻ്റെ ചിന്ത ദുനിയാവ് മാത്രമാണ്. അപ്പോൾ ദുനിയാവ് മാത്രം ചിന്തിച്ച് നടക്കുന്നവൻ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവനെ പരിഹസിക്കും, സ്വാഭാവികമാണ്. വയസ്ഖറൂന മിനല്ലദീന ആമനു, പക്ഷേ അല്ലാഹു തആല പറയുന്നു, വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവരായിരിക്കും ഇവരെക്കാൾ മുകളിലുണ്ടാവുക. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു തആല വിശദീകരിച്ചു. പരലോകത്ത് അല്ലാഹു മനുഷ്യരോട് സംസാരിക്കുന്ന സന്ദർഭം, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, നരകാവകാശികളോട് അല്ലാഹു പറയുകയാണ്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എനിക്ക് ഒരു സംഘം അടിമകളുണ്ടായിരുന്നു, യഖൂലൂന റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വഅൻത ഖൈറുർ റഹീമീൻ, അല്ലാഹുവേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു, മുഅ്മിനീങ്ങളായിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം, റഹ്മത്ത് കാണിക്കണം, നീയാണ് ഏറ്റവും വലിയ റഹ്മത്തിനുടമ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഫത്തഖതുമൂഹും സിഖ്രിയ്യ, നിങ്ങൾ അവരെ പരിഹസിച്ചു കൊണ്ടിരുന്നു, ഈ മുഅ്മിനീങ്ങളെ നിങ്ങൾ പരിഹസിച്ചു. ഹത്ത അൻസൗക്കും ദിക്രി, ആ പരിഹാസം കാരണം
നിങ്ങൾ എന്നെ ഓർക്കാൻ മറന്നുപോയി. അല്ല, ഒരു കാഫിർ അവൻ കുഫറിൽ തന്നെ തുടരാനുള്ളൊരു കാരണം എന്താണ്? ഈ മുഅ്മിനീങ്ങളോടുള്ള അവൻ്റെ പരിഹാസമാണ്. ഈ നിസ്സാരന്മാരായ ആളുകൾ, ഈ പിന്തിരിപ്പന്മാർ, ഈ അധപ്പതിച്ച ആളുകൾ, ദുനിയാവില്ലാത്തവർ, ദരിദ്രന്മാർ, ഇവരുടെ കൂടെ ഞാൻ വിശ്വസിക്കുകയോ എന്ന് കരുതി അവർ കുഫറിൽ തന്നെ തുടർന്നു. ഹത്ത അൻസൂക്കും ദിക്രി വകുൻതും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ പരിഹസിച്ചിരിക്കുമായിരുന്നു. ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ, അവർ ക്ഷമിച്ചത് കാരണം, നിങ്ങളുടെ പരിഹാസമൊക്കെ അവർ സഹിച്ചത് കാരണം ഞാൻ അവർക്കിത് പ്രതിഫലം നൽകിയിരിക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ, അവരാണെന്ന് വിജയിക്കുന്നത് എന്ന് അള്ളാഹു തആല പറയും. അപ്പോൾ ഈ രംഗത്തെക്കുറിച്ച് ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഈ സൂറത്തിലും പറയുന്നത്. അവർ പരസ്പരം നോക്കി ചിരിക്കും മുഅ്മിനീങ്ങളുടെ അവസ്ഥ കാണിച്ചിട്ട്. ഈ ദരിദ്രവാസികളെ നോക്കൂ, ഈ പിന്തിരിപ്പന്മാരെ നോക്കൂ എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പരിഹാസങ്ങൾ, ഹിജാബിനെ പരിഹസിക്കുന്നവർ, അല്ലേ, സ്ത്രീകളെ വീട്ടിൽ തളച്ചിടുന്നവർ, അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് ദീനിൻ്റെ അഹ്കാമുകൾ ഓരോന്നായി എടുത്ത് പരിഹസിക്കുന്ന നിഷേധികൾ നമുക്ക് കാണാം. ആ പരിഹാസം ഒന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം ഒരു വലിയ കഥയിലെ ഒരു രംഗം മാത്രമാണ്. ഇനിയും ഒരു രംഗം വരാനുണ്ട്. അതെന്താണെന്ന് അല്ലാഹു തആല തുടർന്ന് വിശദീകരിക്കുന്നു. വഇദൻ ഖലബു ഇലാ അഹ്ലിഹിം, ഈ കാഫിറുകൾ ഈ പരിഹാസമൊക്കെ കഴിഞ്ഞ് തങ്ങളുടെ കുടുംബത്തിലേക്ക്, തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ, ഇൻഖലബു ഫകിഹീൻ, ഫകിഹീൻ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചുകൊണ്ട്, സന്തോഷിക്കുന്നവരായിക്കൊണ്ട് എന്നർത്ഥം. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്നാണല്ലോ അർത്ഥം, പഴം എന്നാണല്ലോ അർത്ഥം. എന്താണ് പഴത്തിൻ്റെ പ്രത്യേകത? നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടി തിന്നുന്നതല്ല പഴം. പഴം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറിക്കഴിഞ്ഞിട്ട് ഒരു ആസ്വാദനത്തിന്, മധുരത്തിന് വേണ്ടി മാത്രം കഴിക്കുന്നതാണ്. ഒരു സന്തോഷത്തിന് വേണ്ടി കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഇവർ സന്തോഷിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്താണ് കാരണം? അവർക്ക് യാതൊരു കുറ്റബോധവുമില്ല, ഈ പരിഹാസത്തിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നർത്ഥം. അത്രയും കുഫർ അവരുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹസിച്ച് ചിരിച്ചു കളിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. വഇദാ റഔഹും, ഒരു മുഅ്മിനെ കണ്ടാൽ അവർ പറയും, ഇന്നഹ ഉലാഇ ലദാല്ലൂൻ, ഇവർ പഴച്ചവരാണ്. അല്ലെ, പരലോകമെന്നും ദീനുമെന്നും ഒക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഉപേക്ഷിക്കുകയും പല സുഖങ്ങളും ഉപേക്ഷിക്കുകയും പല നഷ്ടങ്ങളും വരുത്തി വെക്കുകയും ചെയ്യുന്ന വിഡ്ഢികളാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, അല്ലാഹു തആല മറുപടി പറയുകയാണ്, ഈ കാഫിറുകളെ മുഅ്മിനീങ്ങളുടെ അമലുകൾ സംരക്ഷിക്കാൻ, അഥവാ മുഅ്മിനീങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണോ, അവർ പഴക്കുകയാണോ, അതല്ല അവർ നേരായ മാർഗത്തിലാണോ എന്നൊന്നും നോക്കാൻ ഞാൻ ഇവരെ പറഞ്ഞയച്ചിട്ടില്ല. അഥവാ മുഅ്മിനീങ്ങൾ പഴച്ചവരാണ് എന്നൊരു കാഫിർ പറയുമ്പോൾ ആ കാഫിറിന് അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ്, അവരുടെ കാര്യം നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി അള്ളാഹു തആല അടുത്ത രംഗത്തെക്കുറിച്ച് പറയുകയാണ്. ഈ രണ്ട് വിഭാഗവും തമ്മിൽ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു വിഭാഗം മറ്റുള്ളവരെ പരിഹസിക്കുകയായിരുന്നു. അവർ അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി, ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് തമാശയായി കാണുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ശരി, ഇനി എന്താണ് ആഖിറത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഫൽ യൗം, ഇന്നേ ദിവസം, അല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ, മിനൽ കുഫാരി യദ്ഹഖൂൻ, കാഫിറുകളെ നോക്കി ചിരിക്കുന്നതാണ്. അലൽ അറായികി യൻദുറൂൻ, അവർ ഈ ചാരുകസേരകളിലിരുന്ന്, ഈ സോഫകളിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് നോക്കുന്നത്? ഹൽ സുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ, കാഫിറുകൾ ചെയ്തുകൊണ്ടിരുന്നതിന് അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കിട്ടിയോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പരലോകത്ത് സംഭവിക്കാനുള്ള ഒരു സംഭവമാണ്, ഒരു കാഴ്ചയാണ്. സ്വർഗാവകാശികൾ നരകം കാണും. നരകത്തിൽ കാഫിറുകൾ ശിക്ഷിക്കപ്പെടുന്നത് അവർ കാണും. അവർക്ക് പ്രതിഫലം കിട്ടിയോ എന്ന് ചോദിക്കാൻ സുവീബ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്താണ് സവാബ് എന്ന് പറഞ്ഞാൽ? നന്മ ചെയ്താൽ അതിന് കിട്ടുന്ന പ്രതിഫലത്തിനാണ് സവാബ് എന്ന് പറയാം. തിന്മക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് സവാബ് എന്ന് പറയുകയില്ല, ഇഖാബ്, ശിക്ഷ എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എന്താണ് സവാബ് എന്ന് ഉപയോഗിക്കാൻ കാരണം? പരിഹാസമായിട്ട് ഉപയോഗിച്ചതാണ്. അവരെ പരിഹസിക്കുകയാണ്. അവർ ദുനിയാവിൽ പരലോകം മറന്ന് ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. അപ്പോൾ ഈ അധ്വാനത്തിനൊക്കെയുള്ള സമ്മാനം കിട്ടിക്കഴിഞ്ഞോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഹാസ രൂപത്തിൽ ചോദിക്കുന്നത്. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ഒരു ആശ്വാസമാണ്. അല്ല, ദുനിയാവിൽ എത്ര പരിഹസിക്കപ്പെട്ടാലും, എത്ര ആക്ഷേപിക്കപ്പെട്ടാലും, എത്ര ഒറ്റപ്പെട്ടാലും അതെല്ലാം സഹിക്കാനുള്ള ഒരാശ്വാസ വാക്കാണ് ഈ ആയത്തുകൾ എന്ന് പറയുന്നത്. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ച് ഈ പരിഹസിച്ചിരുന്ന, ഈ കളിയാക്കിയിരുന്ന, ആക്ഷേപിച്ചിരുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് ഈ മുഅ്മിനായ മനുഷ്യന് കാണിച്ചു കൊടുക്കും എന്ന് അള്ളാഹു തആല ഈ ആയത്തുകൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ആയത്തുകളുടെ, ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മഖാസിദ്, ഈ സൂറത്തിൻ്റെ ലക്ഷ്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇടപാടുകളിൽ കൃത്രിമത്വം കാണിക്കുന്നത്, വഞ്ചന കാണിക്കുന്നത്, അത് വിലക്കുകയും അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. വൈലുല്ലിൽ മുത്തഫിഫീൻ. അപ്പോൾ ഇടപാടുകൾ കൃത്യമായിരിക്കണം. എല്ലാ ഹക്കുകളുടെ കാര്യത്തിലും ഒരു മുഅ്മിൻ നീതി പുലർത്തണം. കിട്ടാനുള്ളത് അത് കൃത്യമായി വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കണം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്, ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം.
അതാണ് ഈ സൂറത്തിൽ പറയുന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം അൽ ഹദീസു അനിൽ അബ്റാരി വൽ ഫുജ്ജാർ, പാപികളും പുണ്യവാന്മാരും. ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും ഈ ആയത്തുകൾ, ഈ സൂറത്ത് സംസാരിക്കുന്നു. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത്? അവരുടെ പാപികളുടെ ബർസഖിലുള്ള അവസ്ഥയെക്കുറിച്ച്, അതുപോലെ തന്നെ പരലോകത്തുള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് പുണ്യവാന്മാരുടെ, അബ്റാറായിട്ടുള്ള ആളുകളുടെ ബർസഖിലെയും നാളെ ആഖിറത്തിലെയും അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ രണ്ട് വിഭാഗവും ദുനിയാവിലും ആഖിറത്തിലും പരസ്പരം ഇടപഴകുന്നത് എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൻ്റെ ആശയങ്ങൾ. ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ആഖിറത്തിന് വേണ്ടി മത്സരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വഫീ ദാലിക ഫല്യതനാഫസുൽ മുതനാഫിസൂൻ. അതാണ് സൂറത്തിൻ്റെ ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ ഒരു മുഅ്മിൻ്റെ ശ്രദ്ധയും അവൻ്റെ ഏറ്റവും വലിയ ചിന്തയും അവൻ്റെ മത്സരബുദ്ധിയും അതൊക്കെ പ്രയോഗിക്കേണ്ടത് ആഖിറത്തിൻ്റെ കാര്യത്തിലാണ്, സ്വർഗത്തിൻ്റെ കാര്യത്തിലാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി മാത്രമല്ല, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം എനിക്ക് കിട്ടണം എന്നായിരിക്കണം ഒരു മുഅ്മിൻ്റെ ചിന്ത. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, തസ്ബീഹത്തുൻ ഫി റമദാൻ ഖൈറും മിൻ അൽഫി തസ്ബീഹത്തിൻ ഫി ഗൈരിഹി. റമദാൻ അല്ലാത്ത സമയത്ത് 1000 തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാളും ഖൈറാണ് റമദാനിലൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുക എന്നുള്ളത്. ഈ 1000 എന്നുള്ള കണക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ഹദീസിലോ മറ്റോ സ്ഥിരപ്പെട്ടതല്ല. പക്ഷേ റമദാനിൻ്റെ ഫദ്ല്, മഹത്വം അത്രയുമുണ്ട്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്കറിയാം. അതേതായാലും റമദാനിൽപ്പെട്ട ദിവസമാണല്ലോ. റമദാനിലായിരിക്കും ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ വരാനുള്ള ആ മാസമാണ് റമദാൻ. അതിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഫദ്ല് ഈ റമദാനിലെ എല്ലാ ദിവസങ്ങൾക്കും ഉണ്ടാകും. അതിന് തുല്യമല്ലെങ്കിലും അതേ ഇനത്തിൽപ്പെട്ട ഒരു സ്ഥാനവും ശ്രേഷ്ഠതയും റമദാനിലെ ഓരോ രാവിനും പകലിനും ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി ആഖിറത്തിന് വേണ്ടി മത്സരിക്കുക. റമദാൻ മാസത്തിൻ്റെ ഓരോ നിമിഷവും, ഓരോ ദിവസവും, രാത്രിയും, ഓരോ നിമിഷവും ഈ പറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.